എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് ചിങ്ങം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2025 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ചിങ്ങം രാശിയിലെ 2.25 നക്ഷത്രം മകം, പൂരം, ഉത്രം കാൽഭാഗം അടങ്ങിയതാണ്. ചിങ്ങം രാശിക്കാരുടെ പുതുവർഷ ഫലമാണ് പറയാനായിട്ട് പോകുന്നത്. 2025 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ലോ മൂവിങ് പ്ലാനറ്റ്സും രാശി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ശനി മാർച്ച് 29 കണ്ടകശനി കഴിഞ്ഞ് അഷ്ടമരാശിയിലോട്ടും, വ്യാഴം മെയ് 14 കർമ്മഭാവം വിട്ട് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലും, രാഹുകേതു മെയ് 18 1-7 ഭാവങ്ങളിലോട്ടും സ്വാധീനിക്കും. 100% കരിയർ ഗ്രോത്തും ഫൈനാൻഷ്യൽ ഗ്രോത്തും ഉണ്ടാവും. വിദ്യാഭ്യാസ പുരോഗതിയും ബിരുദാനന്തര ബിരുദവും PhDയും പോലുള്ള ഉന്നത പഠനങ്ങൾക്കും മത്സര പരീക്ഷകളിലും ഒക്കെ തന്നെയും വിജയിക്കാനും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മികച്ച സമയമാണ്. എക്സ്പീരിയൻസും തറവും ഇൻ ഡെപ്ത് നോളജും ഏത് വിഷയത്തിലാണോ നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് ആ വിഷയത്തിൽ ഉയർച്ചയുണ്ടാവും. ഉന്നത വിദ്യാഭ്യാസവും ചില ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ തൊഴിൽ പുരോഗതിയോ ഒന്നും ഉണ്ടാവാതിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അറിവിനും കഴിവിനും ആനുപാതികമോ അതിൽ കൂടുതലോ ഉള്ള പുരോഗതി തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്ലാനറ്റ്സ് എല്ലാം വന്ന് എല്ലാം ഇപ്പോൾ ചെയ്തുതരുമെന്നൊന്നും വിചാരിക്കരുത്. അത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. 5-11 ഭാവങ്ങൾ തമ്മിലെ കണക്ഷൻ ടീച്ചേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, ആർട്ടിസ്റ്റ് ഇവർക്കൊക്കെയും അനുകൂലമാണ്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന് 100% സാമൂഹ്യ പ്രതിബദ്ധതയോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ ആശയവിനിമയം നടത്താൻ സാധിക്കും. പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അർത്ഥവത്തായ ആശയങ്ങൾ വ്യക്തമായ ഭാഷയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നതായ ഒരു സമയമാണ്. വീഡിയോ എഡിറ്റർ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ടാറ്റു ആർട്ടിസ്റ്റ്, ഫോട്ടോഗ്രാഫർ, ആർക്കിടെക്ചർ, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ഫാഷൻ ഡിസൈനേഴ്സ്, അഡ്വർടൈസിംഗ് മാനേജർ, റൈറ്റർ, ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായോ വലിയ ഓഡിയൻസിന് വേണ്ടിയിട്ടോ ഒക്കെ തന്നെയും പ്രവർത്തിക്കാനായിട്ട് കഴിയും. 100% അർപ്പണ മനോഭാവത്തോടെ ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ കഴിയുന്നതായ ഒരു സമയമാണ്. കേതു ജന്മത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ബന്ധുവിരോധമോ ശത്രുഭയമോ ഒക്കെ തന്നെ ഉണ്ടാവാം. നമ്മുടെ കോൺഫിഡൻസിനെയോ ഇൻ്റലിജൻസിനെയോ ഫൈനാൻസിനെയോ ഒക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ്, ഇല്ലോസ്, അങ്ങനെ ആരും ആവാം. അത്തരത്തിലുള്ള ഒരു നമുക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന അങ്ങനെയുള്ള ഏത് റിലേഷൻസും ആവാം. അത്തരത്തിലുള്ള ഒരു അൺഹെൽത്തി റിലേഷൻസ് നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി നമ്മൾ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം. അല്ലെങ്കിൽ നമുക്ക് ആ വിഷയം മാത്രം സോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുക